മധുബനിൽ എല്ലായിടത്തും മാലാഖമാർ മാത്രം വെള്ളവസ്ത്രം ധരിച്ച് നിശബ്ദതയിൽ ദൃശ്യമായിരുന്നു. മധുബൻ സൂക്ഷ്മമായ ലോകത്തിൻ്റെ ഒരു പകർപ്പായി മാറി. എല്ലാവരും സ്വന്തം ബോധത്തിൽ ആഴത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അത്തരമൊരു അന്തരീക്ഷത്തിൽ ബാബയുടെ പരിധിയുള്ള ശരീരം 2.5 ദിവസം സൂക്ഷിച്ചു വെച്ചു. ദീദി മൻമോഹിനിജി മധുബനിൽ നിന്ന് അകലെയായിരുന്നു. അനേക കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ പോയ അവർ അലഹാബാദിൽ നിന്ന് ഒരു വിമാനം പിടിച്ച് ജനുവരി 20 മധുബനിൽ എത്തിച്ചേർന്നു. അപ്പോഴേക്കും വരേണ്ട ഒട്ടുമിക്ക ആളുകളും മധുബനിൽ എത്തിച്ചേർന്നിരുന്നു. ട്രാൻസ് മെസ്സഞ്ചറായ സിസ്റ്റർ മുഖേന എല്ലാ നിർദ്ദേശങ്ങളും ഇതിനകം ശിവബാബയിൽ നിന്ന് ലഭിച്ചിരുന്നു. ആ നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കി ബാബയുടെ രഥത്തെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. ആ 2-3 ദിവസങ്ങളിൽ ചായയും പ്രസാദവും മാത്രമായിരുന്നു വിതരണം ചെയ്തിരുന്നത്. ശിവ് ബാബ ഇങ്ങനെ നിർദ്ദേശം നൽകിയിരുന്നു: തൻ്റെ രഥത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ പരിശീലന വിഭാഗത്തിൻ്റെ ഹോസ്റ്റലിൻ്റെ മുന്നിലുള്ള തുറസായ സ്ഥലത്താണ് ചെയ്യേണ്ടത് എന്ന്. എന്നാൽ ഇതിനായി ജില്ലാ മജിസ്ട്രേറ്റിൻ്റെയും പോലീസിൻ്റെയും അനുമതി ആവശ്യമായിരുന്നു. ഇത് നടക്കുന്ന സമയത്ത് തന്നെ അന്ത്യകർമ്മത്തിനു വേണ്ടി നിശ്ചിതമായ സ്ഥലത്ത് ഉയരം കൂടിയ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ചന്ദനവിറകുകൾ, കർപ്പൂരം, കുടം എന്നിവ സംഭരിച്ചു. നഗരത്തിലൂടെയുള്ള യാത്രയ്ക്കായി ബാബയുടെ കുഞ്ഞിൻ്റെ രഥം പുഷ്പങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്തു. ഉച്ചയായപ്പോൾ ബാബയുടെ രഥത്തെ നഗരദർശനത്തിനായി ജീപ്പിലേക്ക് കയറ്റി. എല്ലാ കുട്ടികളും ബാബയുടെ രഥത്തിൻ്റെ കൂടെ നടന്നു. വിശുദ്ധമായ ഹംസങ്ങൾ തൻ്റെ വിശുദ്ധമായ മുത്തിനെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നത് പോലെയുള്ള കാഴ്ചയായിരുന്നു അത്. മൗണ്ട് അബു നിവാസികളെല്ലാം ബാബയുടെ മാലാഖ സാന്നിധ്യം ദർശിക്കുന്നതിനു വേണ്ടി അവരുടെ വാതിൽക്കൽ കാത്തുനിന്നു. നഗരദർശനയാത്ര അവസാനിച്ചപ്പോൾ ബാബയുടെ രഥത്തെ ട്രെയിനിങ് ഹോസ്റ്റലിന് മുമ്പുള്ള നിശ്ചിത സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവന്നു. ആ സമയത്ത് എല്ലാവരും ബാബയുടെ അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വൈകുന്നേരം ഏകദേശം 4 മണിയോടെ എല്ലാ ദാദിമാരും ദീദിമാരും അവിടെ എത്തിച്ചേർന്നു. അവരെല്ലാം ബാബയുടെ നിരന്തരമായ ഓർമ്മയിൽ സ്തംഭങ്ങളായി നിലകൊണ്ടു. ദാദിജി അവസാനം ബാബയുടെ അന്ത്യകർമ്മങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കകം ബാബയുടെ രഥം പഞ്ചഭൂതങ്ങളിൽ ലയിക്കാൻ തുടങ്ങി. തുടക്കം മുതൽ തന്നെ ബ്രഹ്മബാബയ്ക്ക്
ശക്തമായ രീതിയിൽ ഈ സങ്കല്പമുണ്ടായിരുന്നു. തൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രകൃതിയുടെ പഞ്ചമൂലകങ്ങളെ ശുദ്ധീകരിക്കുമെന്ന്. ബാബയുടെ രഥം പഞ്ചഭൂതങ്ങളിലേക്ക് ലയിക്കുന്നത് കണ്ടപ്പോൾ ഈ സങ്കല്പത്തിനെ പ്രായോഗികമായ രീതിയിൽ ദർശിക്കാൻ കഴിഞ്ഞു. പിന്നീട് 1969 ജനുവരി 21 വൈകുന്നേരം എല്ലാവരും കുളിച്ച് ഗുൽസാർ ദാദി ബാബയ്ക്ക് സമർപ്പിക്കുന്ന ഭോഗിൽ പങ്കെടുക്കുന്നതിനായി ഹിസ്റ്ററി ഹാളിൽ ഒത്തുകൂടി. അന്ന് ഒരു പുതിയ തുടക്കത്തിൻ്റെ ദിവസമായിരുന്നു. ബാബയുടെ ആദ്യത്തെ അവ്യക്ത മുരളി അന്ന് ഉണ്ടായി. ബാബ പറഞ്ഞു, ബാബയും ദാദയും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും, ഇപ്പോഴും ഉണ്ട്. നിങ്ങളെയും അവ്യക്തമാക്കുന്നതിനു വേണ്ടിയാണിത്. എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. ബാബ ഇപ്പോൾ നിങ്ങൾ ആത്മീയ രത്നങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. വിട പറയുകയും ചെയ്യുന്നു. തുടർന്ന് നിങ്ങളെ വീണ്ടും കാണാൻ വരുന്നതാണ്. സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ്. ബാബ് ദാദയും സമ്പത്തും മറ്റൊരു വാക്കും ഇതിനു പകരം പറയാനില്ല. ബാബ് ദാദ ഈ 2 മധുരവാക്കുകൾ പറഞ്ഞതിനു ശേഷം സൂക്ഷ്മലോകത്തേക്ക് മടങ്ങി. ആ ദിവസത്തിനു ശേഷം നമ്മുടെ സ്നേഹിയായ ബ്രഹ്മബാബ നിരന്തരമായി മനുഷ്യരാശിയുടെ സേവകനായി തുടരുകയാണ് മാലാഖാ സാന്നിധ്യത്തോടെ. ഇത് ഏറ്റവും വലിയ മഹാ അത്ഭുതത്തിൻ്റെ കഥയാണ്. ഇത് സത്യസന്ധതയും വിനയവും നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ കഥയാണ്. ഇത് പ്രജാപിത ബ്രഹ്മാവിൻ്റെ കഥയാണ്. ആദ്യത്തെ ദേവതയായ ആദിദേവൻ്റെ. Mm-hmm.